പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്നവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 4:8. ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. വളരെ പ്രസിദ്ധമായ ഒരു ദൈവവചനമാണല്ലോ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത്. ദൈവം തൻ്റെ സ്നേഹം, മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തത് കാൽവറി ക്രൂശിലാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുമായിരിക്കും. നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചപ്പോൾ അവരുടെ സ്നേഹമുള്ള ചിലർ ആത്മഹത്യ ചെയ്തതായിട്ടൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഗുണവാന്മാർക്ക് വേണ്ടി മരിക്കുവാൻ ചിലർ തുനിയുമായിരിക്കും. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പക്ഷെ ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. 1 യോഹന്നാൻ 3:1 നാം വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മെ എത്രയധികം സ്നേഹിച്ചിരിക്കുന്നു, എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. യോഹന്നാൻ 4:10 നമ്മൾ വായിക്കും, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. അത് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. 4:11 നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ നമ്മെ സ്നേഹിച്ച ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം, നാമും ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുക. എൻ്റെ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കണമെന്ന് വചനത്തെ നമ്മൾ വായിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും മറ്റുള്ളവരെയും സ്നേഹിപ്പാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 4:12 നമ്മൾ വായിക്കുന്നു, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ആ ദൈവസ്നേഹം നമ്മളിൽ പ്രദർശനമായി തീരുവാനിടയായിത്തീരും. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത നാം കാണുന്നത് 1 കൊരിന്ത്യർ 13:4-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 7 കാര്യങ്ങൾ സ്നേഹം ചെയ്യുന്നു, 7 കാര്യങ്ങൾ സ്നേഹം ചെയ്യുന്നില്ല എന്ന്, അല്ലെങ്കിൽ സ്നേഹമുള്ളവർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്നാൽ സ്നേഹം ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നവിടെ കാണുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജസ് ആണ് രാമേശ്വ. സ്നേഹമുള്ളവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, സ്നേഹമുള്ളവർ ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ വചനത്തിന് മുമ്പ് നമ്മെ സമർപ്പിച്ച് ഇതിൻ്റെ ഒരു നീക്കുപോക്ക് വരുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാസ്തവത്തിലുള്ള ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, വാസ്തവത്തിലുള്ള ദൈവസ്നേഹം നമ്മളിൽ തികയുവാൻ നമുക്ക് ആത്മാർത്ഥതയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ ദൈവസ്നേഹം അനുഭവിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദി ഉണങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിരജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം ഞങ്ങൾ നിലനിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം കർത്താവിടുതായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.